പക്ഷെ മനസ്സിനെ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞെട്ടരുത്. അജ്മൽ അമീർ എന്ന് പറയുന്ന ഒരു ആക്ടറിന്റെ ഒരു ഇഷ്യൂ ഇപ്പൊ നടന്നുകൊണ്ട് നിന്നെ ആരും ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചിട്ടില്ല. ഞാൻ ഈ വഴിക്ക് പോയപ്പോ ഒന്ന് കേറിയതാണ്. ഒരാൾക്ക് മെസ്സേജ് അയച്ചിട്ട് അവര് അത് സേവ് ചെയ്തിട്ട് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് ഒരു ഇഷ്യൂ ഇപ്പം എല്ലാരെയും മുന്നിലെത്തി. എന്താ ഉറക്കം വരുന്നു. ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറീസിനും ഒരു AI വോയിസ് ഇമിറ്റേറ്റിങ്ങിനും ബ്രില്യൻ എഡിറ്റിങ്ങിനും ഒന്നും എന്നെയോ എന്റെ കരിയറിനെ നശിപ്പിക്കാൻ കഴിയില്ല. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. ഞാനിത് സംസാരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് കുറച്ച് കാലങ്ങൾക്ക് മുന്നേ ഈ പറയുന്ന ആളുടെ മെസ്സേജ് വന്നിട്ടുണ്ട്. എന്താ എന്റെ ഉദ്ദേശം? നിന്റെ കാര്യത്തിൽ തീരുമാനം. ഇനി നോർമലി ഉള്ള മെസ്സേജസും കാര്യങ്ങളായിരുന്നു. അപ്പൊ പെട്ടെന്ന് വാനിഷ് മോഡ് എന്ന് പറയുന്ന ഒരു സാധനം ഞാൻ വിചാരിച്ചു എന്റെ കൈ തട്ടിയിട്ടാണ് വാനിഷ് മോഡ് ഓൺ ആയതെന്നുള്ളത്. അപ്പൊ ഞാനത് നമ്മളൊന്നും കൂടി സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വാനിഷ് മോഡ് ഓഫ് ആവും. ആൾ എന്റെ അടുത്ത് എന്തുകൊണ്ടാണ് വാനിഷ് മോഡ് ഓഫ് ചെയ്തതെന്ന് ചോദിച്ചു. പിന്നെയും ആള് വാനിഷ് മോഡ് എന്തോ ഓൺ ചെയ്ത. പ്രായമായ പെൺപിള്ളേരോടുള്ള അവന്റെ പെരുമാറ്റം നിങ്ങളുടെ മുഖത്ത് നോക്കിയാൽ എങ്ങനെ പറയും? പരമാഭാസം, വൃത്തികെട്ടവൻ. ഇവൻ ഏത് വയറ്റിലാ ഉണ്ടായത്? പിന്നെ ഞാൻ മെസ്സേജ് അയച്ചിട്ടില്ല. ഇങ്ങോട്ടേക്കും ഒരു രീതിയിലുള്ള മെസ്സേജസോ കാര്യങ്ങളോ വന്നിട്ടും ഇല്ല. നിനക്ക് എങ്ങനെ സാധിക്കുന്നു? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല. ഈ ഒരു ഇഷ്യൂവിന്റെ വോയിസ് റെക്കോർഡുകളും കാര്യങ്ങളും കൃത്യമായിട്ട് കേട്ട ആൾക്കാർക്ക് മനസ്സിലാവും ഈ പറയുന്ന വ്യക്തി, അതായത് ഈ പെൺകുട്ടി ആളുകളോട് വളരെ നല്ല രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. അതായത് ആള് ഏത് ടോണിലാണോ സംസാരിക്കുന്നത് അതേ ടോണിൽ തന്നെ കാര്യങ്ങളൊക്കെ ഈ കുട്ടിയും പറയുന്നുണ്ട്. നമുക്കൊരാൾ മെസ്സേജ് അയക്കുന്ന സമയത്ത് കുറച്ച് ചാറ്റ് കുറച്ച് പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും അവരുടെ ഇന്റൻഷൻ എന്താണെന്ന്. രണ്ട് ആൾക്കാരും ഇവിടെ തെറ്റുകാരാണ്. ഒരാളെ മാത്രം തെറ്റ് പറയാൻ വേണ്ടി പറ്റില്ല. വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. കണ്ടാലറിയാം തട്ടിപ്പ് കേസ് കേട്ടാണ്. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.